إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും അതിസൂക്ഷ്മമായി നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്.
നമ്മുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷത്തോടെ മനസ്സു നിറഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്ന ഒരു നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ദാഹിച്ചു വലയുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ലഭിക്കുമ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അതല്ലെങ്കിൽ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതൊരു നിഅമത്തും അനുഗ്രഹവും നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ അതെല്ലാം ഒരു വിശ്വാസി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതും. ഒരാൾ വിശേഷം ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുമ്പോഴും അൽഹംദുലില്ലാ, റാഹത്താണ്, ഖൈറാണ് എന്ന് പറയാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കാറുള്ളത്. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. എന്നാൽ സഹോദരങ്ങളെ, ഒരിക്കലും ദുനിയാവിൽ മാത്രം കിട്ടുന്ന നേട്ടങ്ങളിലോ സുഖങ്ങളിലോ സന്തോഷങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഈ ഹംദ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സർവസ്തുതികളും അള്ളാഹുവിനാണ് എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കലിമത്തു കുല്ലി ഷാക്കിരിൻ, നന്ദിയുള്ളവന്റെ വാക്കാണ് അൽഹംദുലില്ലാ എന്ന വാക്ക്. സർവലോക രക്ഷിതാവായ അള്ളാഹുവിന് ആ അനുഗ്രഹം ലഭിച്ചതിന്റെ പേരിൽ നമ്മൾ ഹംദ് പറയുകയാണ്, സ്തുതി പറയുകയാണ്, നന്ദി പറയുകയാണ്. എന്നാൽ ഈ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള സാഹചര്യം നാളെ അള്ളാഹുവിന്റെ പരലോക കോടതിയിലും പരിശുദ്ധമായ സ്വർഗത്തിൽ വെച്ചും അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്ന നല്ല ഒരു സാഹചര്യത്തെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു സുമറിന്റെ 73-74 ആയത്തുകളിൽ ദുനിയാവിലെ സുഖങ്ങളിലും നേട്ടങ്ങളിലും മാത്രം പരിമിതപ്പെടേണ്ട ഒന്നല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് സ്വർഗം കാണുമ്പോൾ ഏറ്റവും വലിയ സുഖാനുഭൂതികളുടെ ലോകമായ ആ സ്വർഗം അവന് നിശ്ചയിക്കുമ്പോൾ അത് കാണുമ്പോൾ പറയുന്ന ഒരു വാചകമാണ് യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാ. വിശ്വാസികളുടെ ഒരു സംസാരത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സൂറത്തു സുമറിലെ 73-74 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, അവരുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് തഖ്വയോട് ജീവിച്ച ആളുകളെ സ്വർഗത്തിലേക്ക് സംഘം സംഘമായി അവരെ നയിച്ചു കൊണ്ടുപോകും. ഹത്താ ഇദാ ജാഊഹാ, അങ്ങനെ അവരതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ വഫുത്തിഹത്ത് അബ്വാബുഹാ, സ്വർഗത്തിന്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹാ, അതിന്റെ കാവൽ നിൽക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് വരുന്ന സംഘം സംഘമായി വരുന്ന മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, ത്വിബ്തും, നിങ്ങൾ പരിശുദ്ധരായിരിക്കുന്നു, ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതന്മാരായി നിത്യവാസികളായി നിങ്ങൾ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഇതാരോടാണ് പറയുന്നത്? മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് മലക്കുകൾ പറയാണ്, നിങ്ങൾക്ക് സമാധാനമാണ് ഇനി ഈ സ്വർഗത്തിലുള്ളത്. വളരെ സമാധാനത്തോടെ, അസൂയയോ കുശുമ്പോ പകയോ പകവീട്ടലോ ഒന്നുമില്ലാത്ത ആ സുഖാനുഭൂതികളുടെ ലോകത്തേക്ക് നിങ്ങളിതാ കടന്നു വരൂ, സലാം എന്ന് പറഞ്ഞ് മലക്കുകൾ ആനയിച്ച് അവരെ സ്വാഗതം ചെയ്ത് വരവേറ്റുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. ഈ സമയത്ത് ആ സ്വർഗം ലഭിക്കുന്ന വിശ്വാസികൾ പറയുന്ന ഒരു സംസാരം തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. എന്താണ് മുഅ്മിനീങ്ങൾ പറയുന്നത്? വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദ വഔറസനൽ അർള നതബബ്ബഉ മിനൽ ജന്നതി ഹൈതു നശാ, അവര് പറയും, ഞങ്ങളോടുള്ള വാഗ്ദാനം ഇതാ ഞങ്ങൾക്ക് സത്യസന്ധമായി പൂർത്തീകരിച്ചു തന്ന അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഫനിഅമ അജ്റുൽ ആമിലീൻ, നന്മകൾ പ്രവർത്തിക്കുന്നവർക്ക് എത്ര നല്ല പ്രതിഫലമാണ് സ്വർഗം. അപ്പോൾ ആ സ്വർഗം കാണുമ്പോൾ വിശ്വാസികൾ പറയുന്ന വാക്കാണ്, ഞങ്ങളോട് ചെയ്ത ആ വാഗ്ദാനത്തെ ഞങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി തന്ന ഈ സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും നന്ദിയുമെന്ന് ആ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് വിശ്വാസികൾ പറയും. ഇതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. ഇങ്ങനെ ദുനിയാവിലെ സുഖങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുമ്പോഴും നമ്മൾ ഹംദ് പറയണം. അതോടൊപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ട ആഗ്രഹമാണ് ആ സ്വർഗലോകം. അത് കാണുമ്പോൾ അൽഹംദുലില്ലാ പറയുന്ന ആ ഒരു സാഹചര്യം, നല്ലൊരു സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ എവിടെ പണിയെടുക്കണം? നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളും പണികളും ഇവിടെയാണ് നടക്കേണ്ടത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ വളരെ സുപ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഈ അൽഹംദുലില്ലാ പറഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം ആർക്കാണ്?
ആർക്കാണ് വാഗ്ദത്തം ചെയ്ത ആ സ്വർഗം ലഭിക്കുക? അത് പഠിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനം. സ്വർഗം ലഭിക്കുന്നത് ആർക്കാണ്? ആ അൽഹംദുലില്ലാ പറയാൻ കഴിയുക ആർക്കാണ്? സന്തോഷത്തോടെ ആ മലക്കുകൾ സ്വീകരിക്കുന്നത് ആരെയാണ്? വിശുദ്ധ ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആർക്കാണ് ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നത്? ആരാണ് ആ ഹംദുകൾ പറഞ്ഞ് സ്വർഗലോകത്തേക്ക് കയറുന്ന ഭാഗ്യവാന്മാർ? വിശുദ്ധ ഖുർആൻ പറയാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു ഫതനസ്സലു അലൈഹിമുൽ മലായിക. അതെ, തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും സുമ്മസ്തഖാമു പിന്നീട് നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്തവർ, അങ്ങനെയുള്ള ആളുകളാണ്. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ്. അത് കേവല വർത്താനല്ല, മറിച്ച് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അല്ലാഹു മാത്രം മതി. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വരുമ്പോ അല്ലാഹുവല്ലാത്തവരുടെ മുമ്പിൽ, ജാറങ്ങളുടെയും ദർഗകളുടെയും മുന്നിൽ പോകുന്നവരെ പറ്റിയല്ല, ഉറുക്കും ഏലസും ഐക്കല്ലും കെട്ടുന്നവരെ പറ്റിയല്ല ഇവിടെ പറഞ്ഞത്. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞവർ, അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോയവർ, ഏതു പ്രതിസന്ധികളിലും അല്ലാഹുവല്ലാത്തവരിലേക്ക് അഭയം തേടാത്തവർ, ഏത് ആഗ്രഹ സഫലീകരണങ്ങൾക്ക് മുമ്പിലും അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുന്നവൻ, അതാണ് റബ്ബുനല്ല. അല്ലാഹു ആണ് റബ്ബ് എന്ന് ആർക്കും പറയാം വാചകങ്ങൾ കൊണ്ട്. ഞങ്ങളുടെ റബ്ബ് അല്ലയാണ്, എന്റെ റബ്ബ് അല്ലാഹു ആണ്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ റബ്ബിന് കൊടുക്കേണ്ടതൊന്നും മറ്റൊരാൾക്കും കൊടുക്കാതെ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ചവർ, അതാണ് ഇസ്തിഖാമത്തോട് ജീവിച്ചവർ. അവരെ പറ്റി ഖുർആൻ പറഞ്ഞെന്താ? തതനസ്സലു അലൈഹിമുൽ മലായിക. അവരുടെ മരണത്തിന്റെ സമയത്ത് അവരിലേക്ക് മലായികത്തുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും, ഈ മരണപ്പെടുന്ന അല്ലാഹുവാണ് റബ്ബ്, അതിനനുസരിച്ച് മരണം വരെ ജീവിച്ച മനുഷ്യന്റെ മരണസമയത്ത് മലക്കുകൾ അവന്റെ അടുത്ത് വന്നിട്ട് പറയുന്ന വാക്കെന്താണ്? അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത സന്തോഷിച്ചു കൊള്ളുക. അല്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതായ ആ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തെ പറ്റി നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഇതാരോടാണ് പറയുന്നത്? റബ്ബുനല്ല എന്ന് പറയാം. 2 പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. വാഗ്ദാനം ചെയ്ത സ്വർഗം, മലക്കുകൾ ആനയിക്കുന്ന സ്വർഗം, അൽഹംദുലില്ലാ പറഞ്ഞ് കയറാൻ പറ്റുന്ന ആ ഭാഗ്യം ലഭിക്കുന്നവർ, അവരുടെ 2 ക്വാളിറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഒന്നെന്താണ്? അല്ലാഹുവാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ചവരാണ്. അല്ലാഹുവാണ് ലോകത്തിന്റെ മുഴുവൻ റബ്ബ് എന്ന അർത്ഥത്തിലല്ല, ആരാധനകൾ ആ റബ്ബിനു മാത്രം, അല്ലാഹുവിന് മാത്രം പറയപ്പെട്ട നാമഗുണ വിശേഷണങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ മാത്രം, അത് മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കരുത്. 2, ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് നിന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോയാൽ നമുക്കും പരലോകത്ത് അൽഹംദുലില്ലാ പറഞ്ഞ് സ്വർഗത്തിലേക്ക് കയറാം. സ്വഹാബത്ത് പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, നാളെ പരലോകത്ത് വിജയം ലഭിക്കുന്ന, സ്വർഗപ്രവേശനത്തിന് കാരണമാവുന്ന കാര്യങ്ങൾ പ്രവാചകരെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത്, ഖുൽ ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് നീ പറയുക. തീർന്നില്ല, സുമ്മസ്തഖിം, പിന്നീട് നീ അതിനനുസരിച്ച് നേരെ ചൊവ്വേ നിന്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത്. പ്രഖ്യാപനത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കാണ് സ്വർഗലോകം അനന്തരമെടുക്കുന്നത് എന്നാണ്. അവരെയാണ് മലക്കുകൾ സ്വാഗതം ചെയ്യുന്നത്. അവർക്കാണ് പേടിക്കേണ്ടതില്ലാത്തത്, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ആ നിത്യ സുഖങ്ങളുടെ ലോകത്തേക്ക് അവർക്ക് കയറാൻ കഴിയും. അതാണ് നമ്മൾ രാവിലെയും വൈകുന്നേരവും പ്രഖ്യാപിക്കുന്ന അദ്കാറുകളിൽ 3 തവണ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന എന്താ? ഒരു പ്രകീർത്തനം എന്താ? റദിയതു ബില്ലാഹി റബ്ബൻ, ഞാൻ അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ നബിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിരന്തരം നമ്മൾ രാവിലെയും വൈകുന്നേരം പറയാൻ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇത് പ്രഖ്യാപനം മാത്രമല്ല, ഈ പ്രഖ്യാപനത്തിനനുസരിച്ചുള്ള ജീവിതം ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നത് ഒരൽപ്പം ത്യാഗമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പരീക്ഷണങ്ങൾ പല രൂപത്തിൽ മനുഷ്യന്റെ മുമ്പിലേക്ക് വരാം. നമ്മൾ പ്രവാചകന്റെയും പ്രവാചകന്മാരുടെയും സ്വഹാബത്തിന്റെയും ചരിത്രത്തിലേക്ക് പോകുമ്പോൾ എത്രയെത്ര പീഡനങ്ങളും അതേപോലെ തന്നെ പരീക്ഷണങ്ങളിലൂടെയുമാണ് സഹാബികൾ കടന്നുപോയത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നമ്മൾ നിരവധി തവണ കേട്ട ചരിത്രമാണ്. ചുട്ടുപഴുത്ത മണലിലൂടെയാണ് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോകുന്നത്. എന്തിന്റെ പേരിലാണ്?
അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ ഒരു ആരാധനയും നിർവഹിക്കുകയില്ല എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ശക്തമായ പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനാകുകയാണ്. മണലിലൂടെ പഴുത്ത ആ മണലിലൂടെയാണ് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോകുന്നത്. നെഞ്ചത്ത് വലിയ കല്ലുകൾ കയറ്റി വെക്കുകയാണ്. അദ്ദേഹം ആവർത്തിച്ചു വിളിക്കുന്നത് അഹദ് അഹദ് എന്നാണ്. അള്ളാഹു ഏകനാണ്, അവനിൽ ഒരു പങ്കുകാരുമില്ല. അഹദ് അഹദ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു വിളിക്കുമ്പോ അവിടെ ഒന്ന് ലാത്ത എന്ന് വിളിച്ചാൽ അവർ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാം, ഉസ്സ എന്ന് വിളിച്ചാൽ ശത്രുക്കൾ അദ്ദേഹത്തെ മോചിപ്പിക്കാം. പക്ഷെ ഒരു തവണ പോലും അദ്ദേഹം അള്ളാഹുവിന് പുറമെ മറ്റൊരാളെയും വിളിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അവിടെ ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കാൻ സഹാബികൾ കാണിച്ച ത്യാഗമായിരുന്നു അത്. അതേപോലെ തന്നെ നമുക്ക് ചരിത്രത്തിൽ ആസിയ ബിൻത് മുസാഹിം, ഹബ്ബാബ്, യാസിർ, അമ്മാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരൊക്കെ ഈ സഹാബികളൊക്കെ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയ സഹാബികളായിരുന്നു. മഹാനായ ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. എന്താണ് ഉത്തരവാദിത്തം? ഒരിക്കൽ പ്രവാചകന് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കത്ത് വരികയാണ്. ആ കത്തിലുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദിലേക്ക് അള്ളാഹുവിന്റെ മറ്റൊരു പ്രവാചകനായ മുസൈലിമ എഴുതുന്ന കത്ത്. ആദ്യ വാചകം അതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ട് സഹിക്കാനാവുന്നില്ല. കാരണം പ്രവാചകൻ അന്ത്യപ്രവാചകനാണ്, ഇനിയൊരു പ്രവാചകൻ വരാനില്ല. പക്ഷെ അയാൾ അവകാശപ്പെടുന്നത് മുഹമ്മദ് പ്രവാചകനാണ്. എന്നാൽ ഇതാ മറ്റൊരു പ്രവാചകൻ എഴുതുന്ന കത്ത്. പ്രവാചകൻ അദ്ദേഹത്തിന് ഒരു മറുപടി കത്തെഴുതുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആദ്യ വാചകം എഴുതിയത് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദിൽ നിന്ന് കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിലേക്ക് എഴുതുന്ന കത്ത് എന്ന അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് എഴുതിയത്. എന്നിട്ട് ആ കത്ത് ഇതാരാണ് മുസൈലിമത്തുൽ കദ്ദാബിനെ ഏൽപ്പിക്കുക? വളരെ സന്തോഷപൂർവം പ്രവാചകന്റെ സഹാബിമാരിൽപ്പെട്ട ഹബീബ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. മുസൈലിമയുടെ കൈകളിലേക്ക് ആ കത്തും കൊണ്ടു ചെല്ലുകയാണ്. ആ കത്തിലുള്ളത് എന്താണെന്ന് ഹബീബ് ബിൻ സെയ്ദിന് അറിയാം, അതെങ്ങനെ പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നിട്ടും സന്തോഷപൂർവം പ്രവാചകനിൽ നിന്ന് അത് ഏറ്റുവാങ്ങി കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കദ്ദാബിന്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം അത് വായിച്ചു. അദ്ദേഹത്തിന് ആകെ ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ഹബീബ് ബിൻ സെയ്ദിനെ ബന്ധനസ്ഥനാക്കി ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ നിന്നും മാംസങ്ങൾ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മുഹമ്മദിനെ കുറിച്ച് നിന്റെ നിലപാട് എന്താണ്? അദ്ദേഹം പറയുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ ഷഹാദത്ത് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് ചോദിക്കും, എന്നെ കുറിച്ച് നിന്റെ നിലപാട് എന്താണ്? അവിടെ അതും പ്രവാചകനാണെന്ന് പറയണം. പക്ഷേ ഹബീബ് ഇബ്നു സെയ്ദ് പ്രതികരിക്കുന്നത്, നിന്റെ ചോദ്യത്തെ കേൾക്കാൻ പോലും എന്റെ കാതുകൾക്ക് കഴിയുന്നില്ല, കാതുകൾ അടഞ്ഞുപോയിരിക്കുന്നു. കാരണം അത്രയും പരിഹാസ്യമായ ചോദ്യമാണ്. ഒരിക്കലും മുസൈലിമ പ്രവാചകനാണെന്ന വാചകം ഹബീബ് ഇബ്നു സെയ്ദിൽ നിന്ന് കിട്ടുകയില്ല. അദ്ദേഹത്തിന്റെ ഓരോ ചോദ്യത്തിനും ശരീരത്തിൽ നിന്ന് ഓരോ ഭാഗങ്ങൾ അരിഞ്ഞു വീഴ്ത്തുകയാണ്. ചോദ്യം ആവർത്തിക്കുമ്പോൾ ഇതേ നിലപാടിൽ അദ്ദേഹം അവിടെ പിടഞ്ഞു വീട് മരിക്കുകയാണ്. ഇവിടെ എത്രയെത്ര സ്വഹാബികളാണ് അവര് ദീനിന്റെ വിഷയത്തിൽ ദീൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ എത്രയെത്ര സ്വഹാബികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്, വലിയ പീഡനങ്ങളിലൂടെ അവർ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഇസ്തിഖാമത്ത് നിലനിൽക്കുക എന്നതാണ് യഥാർത്ഥ ആദർശത്തിൽ. സിറാത്തുൽ മുസ്തഖീമിൽ എന്ത് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഉണ്ടായാൽ ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധിയൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് പരീക്ഷണമാണ് നമ്മൾ അനുഭവിച്ചത്? ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ, ഇത് പ്രബോധനം നടത്തിയതിന്റെ പേരിൽ, ഇത് പുറത്തു പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഈ രൂപത്തിലുള്ള ശാരീരികമായ ഉപദ്രവങ്ങൾ ഒരുപക്ഷെ ഒരു ചെറിയ വാചകത്തിലൂടെയോ അതല്ലെങ്കിൽ ഒരു പുച്ഛത്തിലൂടെയൊക്കെ ആയിരിക്കാം അതിന്റെ ഒരു മാക്സിമമായ ഒരവസ്ഥകൾ. എന്നാൽ ഇത്തരം പരീക്ഷണങ്ങളിലൂടെയൊന്നും നമുക്ക് ചെല്ലേണ്ടി വന്നിട്ടില്ല. അവസാന കാലത്ത് ജീവിക്കുന്ന ആളുകളെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത്, അവസാന കാലഘട്ടത്തിലെ ഒരു കാലം വരും മനുഷ്യർക്ക്, അന്ന് ദീൻ മുറുകെ പിടിച്ച് കണിശതയോടെ പ്രവാചകൻ പറഞ്ഞ ആ ആദർശത്തിൽ കണിശതയോടെ ജീവിക്കുന്നവർ കൽ ഖാബിലു അലൽ ജം, അവന്റെ കയ്യിൽ തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയാണ്. തീക്കട്ട കയ്യിൽ പിടിച്ചാൽ എങ്ങനെയാണ് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ അവൻ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമെന്നാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീനിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ, അത് ജീവിതത്തിൽ അത് ഡ്രസ് കോഡ് ആയിരിക്കാം, പ്രവാചകൻ പഠിപ്പിച്ച ശക്തമായ സുന്നത്തുകൾ ഏതുമാകട്ടെ, അത് എത്ര വലിയ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ദീനിൽ ഒരു നിലക്കുള്ള അഡ്ജസ്റ്റ്മെന്റും ഇല്ലാതെ അത് കണിശമായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. എന്തിനാണ് അള്ളാഹു പരീക്ഷണം ഇട്ടു തരുന്നത്? മാറാ രോഗമായിരിക്കാം, അതല്ലെങ്കിൽ ആ നിലക്കുള്ള സാമ്പത്തികമായ നഷ്ടമായിരിക്കാം, അതല്ലെങ്കിൽ ആളുകളുടെ മരണമായിരിക്കാം. എന്തിനാണ് പരീക്ഷണം? അല്ലദീന സദഖു, അവരിൽ സത്യം പറയുന്നവരാരാണ്. വലയഅലമന്നൽ കാദിബീൻ, ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാനാണ്. വ്യാജനാരാണ്, സത്യസന്ധമായി ഷഹാദത്ത് ഉച്ചരിച്ചവനാരാണ് എന്ന് വേർതിരിച്ചറിയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ പല രൂപത്തിൽ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇട്ടുതരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രൂപത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അല്ലാഹുവാണ് റബ്ബ്, ആ റബ്ബിന്റെ വിധിവിലക്കുകൾ, ആ തൗഹീദ് അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, സഹാബത്തിൻ്റെ ചരിത്രം വലിയ പരീക്ഷണത്തിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെയാണ് അവർ കടന്നുപോയത്. എന്നാൽ മുസ്ലിം സമൂഹം എല്ലാ കാലത്തും ഈ നിലക്കുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നമ്മളിന്ന് നമ്മുടെ മുമ്പിൽ ലോകം മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഫലസ്തീനിലെ തീരാവേദനകൾ ഓരോ മുസ്ലിമിൻ്റെയും മനസ്സുകളിൽ വലിയ വേദനയും സങ്കടവും നിലനിൽക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ അവിടെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നു, വെള്ളത്തിന് പ്രയാസപ്പെടുന്നു, പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള നഷ്ടങ്ങളിലൂടെ ഒരു സമൂഹത്തിൻ്റെ ഉന്മൂലനം അവിടെ ജൂതരാഷ്ട്രമായ സയനിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ നരനായാട്ട്, ഇത് സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ വെടിയുച്ചകൾക്ക് നടുവിലാണ് അവിടെയുള്ള കുട്ടികൾ കിടന്നുറങ്ങുന്നത്. ആ നിലക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതവുമായി അതിനെ തട്ടിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം എത്ര നിർഭയമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കിടന്നുറങ്ങുന്നത്. പക്ഷേ അവിടെ ആ രാത്രിയിൽ തങ്ങൾ ഉറങ്ങുന്ന വീടുകൾക്ക് മുമ്പിൽ മിസൈലുകൾ, അതേപോലെ തന്നെയുള്ള ബോംബുകൾ വന്നു പതിച്ച് ഏതു സമയവും ഞങ്ങൾ മരണപ്പെട്ടു പോകുമെന്ന ഭീതിയിൽ കഴിയുന്ന ഒരുപാട് മുസ്ലിമീങ്ങൾ. ഇവിടെ നമുക്കെന്താണ് നിർവഹിക്കാനുള്ളത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഇവിടെ ഫലസ്തീനിൽ യഹൂദന്മാർ നടത്തുന്ന മനുഷ്യവേട്ട, അവിടെ കാലങ്ങളുടെ പഴക്കമുണ്ട്. അവിടെ ഏത് മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയം വേദനിപ്പിക്കുന്ന നിരവധി വാർത്തകൾ അവിടെ ലോകത്ത് മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാമ്പത്തിക, സൈനിക, വ്യവസായ ഉപരോധത്തിൽ വീർപ്പുമുട്ടി അവിടെ നരകിക്കുന്ന ഫലസ്തീൻ ജനത, 80% ജനത കൊടും ദാരിദ്ര്യത്തിലാണ്. ഫാക്ടറികളും വ്യവസായശാലകളും വിദ്യാലയങ്ങളും അവിടെ അടച്ചുപൂട്ടി. 80% കൃഷിയും നശിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. 10,000-കണക്കിന് മനുഷ്യരുടെ ജോലി, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനം എല്ലാം തകർന്ന് അവതാളത്തിലാവുകയാണ്. ലോകത്തിന്റെ ഒരു പ്രതിഷേധവും വകവെക്കാതെ അവിടെ ഫലസ്തീനിന്റെ മണ്ണിലെ മുഴുവൻ സയണിസത്തിന്റെ ആർമി ടാങ്കറുകളും ബുൾഡോസറുകളും തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഇവിടെ തീർത്തും തികഞ്ഞ നീതി നിഷേധവും കൊടും ക്രൂരതയും കാലങ്ങളായി ആ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ പ്രതികാരം ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനകളിലൂടെ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, വിശ്വാസികൾക്ക് ഒരു ഹൃദയബന്ധം ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അനുഗ്രഹം ചൊരിഞ്ഞ നാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിഞ്ഞ നാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ യാത്ര നടന്നത്, അതേപോലെ വിശ്വാസികളുടെ ആദ്യ കിബില നിലകൊള്ളുന്ന വിശുദ്ധ മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൂടുതൽ പ്രതിഫലം ആഗ്രഹിച്ച് തീർത്ഥാടനം അനുവദിക്കപ്പെട്ട 3 പള്ളികളിൽ ഒന്നാണ് ബൈത്തുൽ മുഖദ്ദസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചരിത്രപരമായി സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത്, അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊക്കെ ആ മണ്ണ് വിജയിച്ചടക്കിയ ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ അക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ സംഭവങ്ങൾ എന്തുകൊണ്ട് നമുക്ക് തിരിച്ചറിവുകൾ നൽകുന്നില്ല എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദീൻ സ്വീകരിച്ചു, അതനുസരിച്ച് ജീവിക്കുന്നു, മുസ്ലിം ഐഡന്റിറ്റി വെളിപ്പെടുത്തി നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ജീവിച്ചതിന്റെ പേരിൽ ഒരു ചെറിയ പ്രയാസം പോലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? നമ്മൾ മനമുരുകിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ഏതു സമയത്തും നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും നമ്മൾ എത്ര ആളുകൾ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി ഉയർന്നിട്ടുണ്ട് എന്ന ചോദ്യമാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. നമുക്കറിയാം, പ്രാർത്ഥനകൾ കൊണ്ട്, എണ്ണം കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ടും ഈമാന് കൊണ്ടും തഖ്വ കൊണ്ടും വലിയ എണ്ണത്തെ അതിജീവിച്ച ചരിത്രമാണ് ഇസ്ലാമിന് പറയാറുള്ളത്. ബദറിന്റെയും അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ പല ചരിത്രങ്ങളും നമുക്ക് തരുന്ന പാഠങ്ങൾ അതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഫലസ്തീൻ കരയുന്നത് റബ്ബ് കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ, സൂറത്തു ഇബ്രാഹീമിലെ ആയത്ത്, വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇബ്രാഹീമിലെ 42-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ദ്വാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസ് ഫീഹിൽ അബ്സാർ. അക്രമികൾ, ദ്വാലിമുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അല്ലാഹു അശ്രദ്ധനാണെന്ന് നീ ഒരിക്കലും വിചാരിച്ചു പോകരുത്. അല്ലാഹു കാണുന്നില്ലെന്ന് നീ ഒരിക്കലും വിചാരിച്ചു പോകരുത്. മറിച്ച് കണ്ണുകൾ തള്ളിപ്പോകുന്ന ഭയാനകരമായ ഒരു സമയം വരെ അവർക്ക് അല്ലാഹു നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ പലപ്പോഴും ഈ സംഭവ വികാസങ്ങളൊക്കെ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിത രീതി എന്താണ്? ഇവിടെ പലപ്പോഴും പുതിയ ജനറേഷൻ ട്രെൻഡിനു പിന്നാലെയാണ്. തിന്മകൾ, അതേപോലെ തന്നെ ലെസ്ബിയനിസം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അതിനെ നോർമലൈസ് ചെയ്ത് ലഹരി, അതൊന്നും ഒരു തെറ്റല്ല എന്ന് പറയുന്ന ആടിത്തിമർത്ത് എന്ത് ആഘോഷമുണ്ടെങ്കിലും അത് ആരുടേതാണെങ്കിലും അതൊക്കെ ആഘോഷിച്ചു കൊടുക്കുന്നത് മുസ്ലിം ഉമ്മത്താണ്. ഇവിടെ ഒരു പുനർവിചിന്തനത്തിനും തിരിച്ചറിവിനും നമുക്ക് ഫലസ്തീനിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വേദനിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ജീവിതം എന്തുകൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ എടുക്കുന്നില്ല, ഈ തിന്മകൾ മാറ്റി നിർത്തുന്നില്ല എന്ന ചോദ്യവും നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ നൽകുന്ന ഒരു ഉറപ്പുണ്ട്. അത് ഫലസ്തീനിലെ കുട്ടികൾ ചിരിക്കാതെ ഒരിക്കലും ലോകം അവസാനിക്കുകയില്ലെന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. അവിടെ ഗസ മുനമ്പിൽ പൂക്കൾ വിടരുന്ന ഒരു കാലം വരാതെ ലോകം അവസാനിക്കുകയില്ല. അവിടുത്തെ കുട്ടികൾ ചിരിച്ചുകൊണ്ട് അവർ ജലൂല് കളിക്കുന്ന ഒരു കാലം വരും. അത് നടക്കാതെ ലോകം അവസാനിക്കുകയില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിലൂടെയുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിർവഹിക്കാനുള്ളത് ആത്മാർത്ഥമായ പ്രാർത്ഥനകളാണ്. നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ളത്. നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം എത്രയെത്ര ചരിത്രങ്ങളാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞ ചരിത്രങ്ങൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. കേവലം ഐക്യദാർഢ്യങ്ങൾക്കപ്പുറത്ത് മനമുരുകിയ പ്രാർത്ഥന കൊണ്ട് ഫിലസ്തീനിലെ മുസ്ലിമീങ്ങൾ, ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ, നമ്മുടെ കൈയും കാലും നമുക്ക് എത്ര പ്രധാനമാണ്, അതുപോലെയാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന്റെ ഭാഗം പോലെയാണ് മറ്റു മുസ്ലിമീങ്ങൾ. ആ രൂപത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന കൊണ്ടേ ഫിലസ്തീനിനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ലൂത്ത് നബിയുടെ സമൂഹത്തെ അടിമുടി നശിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ ജനതയെ പ്രളയത്തിൽ മുക്കിക്കൊന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്രൂദിന്റെ അഗ്നികുണ്ടാരത്തിൽ ഇബ്രാഹിം നബിക്ക് തണുപ്പ് നൽകിയ, ഫിറൗനിന്റെ കിങ്കരന്മാരെയും സമുദ്രത്തിൽ മുഖ്യ നാമാവശേഷമാക്കിയ ഈസാ അലൈഹിസ്സലാം എന്ന പ്രവാചകനെ ശത്രുക്കൾ നിന്ന് ആകാശത്തേക്ക് ഉയർത്തിയ ആ പ്രവാചകൻ, കഅബ നശിപ്പിക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ അബാബീൽ പക്ഷികളെ കൊണ്ട് കാസ്ഫിൻ അവിടെ മഅ്കൂൽ
ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരമ്പുകൾ പോലെ ആക്കിയ അള്ളാഹു ബദർ യുദ്ധത്തിൽ നിരായുധരായ പ്രവാചകനെയും അനുയായികളെയും 3 ഇരട്ടി വരുന്ന അബൂജഹലിനെയും കൂട്ടരെയും മുച്ചൂടും നശിപ്പിച്ച, ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത ആട്ടിപ്പുറത്താക്കിയ മക്കയിലേക്ക് വിജയ ശ്രീലാളിതരായി പ്രവാചകനെയും സഹാബത്തും തിരിച്ചു കൊണ്ടുവന്ന ആ സർവലോക രക്ഷിതാവായ അള്ളാഹുവിന് മുമ്പിലാണ് നമ്മൾ കൈകൾ ഉയർത്തേണ്ടത്. ആ കൈകൾ ഉയർത്തി നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിജയവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കെതിരെ അതിക്രമങ്ങൾ ചെയ്യുന്ന, ക്രൂരതകൾ നിർവഹിക്കുന്ന അവിടുത്തെ സയനിസ്റ്റ് ശക്തികൾക്ക്, ഇസ്രായേൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയവും നാശവും നൽകുമാറാകട്ടെ. അതുപോലെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു ഇനി അവർക്കെല്ലാം അവരുടെ രോഗം ശിഫയാക്കി ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു ഇനി ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശിർക വൽ മുശ്രികീൻ അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അൻസുർ മൻ നസ്റദ്ദീൻ ونصر عبادك الموحدين. اللهم اصلح احوالنا واحوال المسلمين في كل مكان يا حي يا قيوم برحمتك نستغيث يا رب العالمين. اللهم اصلح حال اخواننا في فلسطين. اللهم آمن روعاتهم واحقن دماءهم واشف مرضاهم وتقبل شهداءهم يا رب العالمين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم كن لهم معينا ونصيرا ومؤيدا وظهيرا. اللهم طهر مسجد الأقصى من اليهود المختلين الغاصين. اللهم احفظ المسجد الأقصى واجعله صامنا عزيزا إلى يوم القيامة بفضلك يا رب العالمين. اللهم دمر أعداءك أعداء الدين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.